30ഓളം MLA-മാർ BJP വിട്ടു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഉത്തർപ്രദേശ്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൂടെ 30ഓളം മണ്ഡലങ്ങൾ കൂടി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. യോഗിയെ പിന്താങ്ങാത്തവർ 30ഓളം പേർ പരസ്യമായി തന്നെ അവർ റിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം ഇതിനോടകം തന്നെ BJP അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, BJP നേതൃത്വവുമായി ഒരു രീതിയിലും ഇനി അവർക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. നമുക്കറിയാം, ഇതിനോടകം തന്നെ അവിടെ സഹമന്ത്രി രാജിവെച്ച സംഭവം BJPക്കുള്ളിൽ എത്രമാത്രം പൊട്ടിത്തെറി ഉണ്ടാക്കി എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കാരണം അത്രയധികം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് BJP ആഴക്കയത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ നിരവധിയായ നേതാക്കൾ, പ്രത്യേകിച്ചും കേശവ് പ്രസാദ് മൗര്യയുടെയും ബ്രിജേഷ് പഥക്കിൻ്റെയും ആളുകൾ, അനുയായികൾ തമ്പടിച്ച് തന്നെ യോഗിയെ മാറ്റണം എന്ന് സമരമുദ്രാവാക്യങ്ങളോടെ വിളിക്കുന്ന ഒരു കാഴ്ച പതിവിലും കവിഞ്ഞ സ്വരത്തിൽ അവർ ഇത്രയും ശക്തമായി ഉന്നയിക്കുമ്പോൾ അതിന് ലാഘവത്തോടെ കാണാൻ BJP നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, BJPയുടെ കൊടും തകർച്ച, അതായത് 71 സീറ്റുകൾ 2014 ഉണ്ടായിരുന്ന BJP 33ലേക്ക്, അതിൻ്റെ പകുതിയിലും താഴെയിലേക്ക് വരുന്ന ഒരു കാഴ്ച 10 കൊല്ലം കൊണ്ട് സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ BJP അധികാരത്തിൽ നിന്നും പോകും എന്ന് സമാജ്വാദി പാർട്ടി വെറുതെ പറയുന്നതല്ല. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ മുഴുവനായി നമുക്ക് കാണാൻ കഴിയുന്നത്. UPയുടെ മണ്ണിൽ പ്രധാനമായും അവിടെ ദളിത് മുഖം എന്ന് ഇത്രയും നാളും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നത് മായാവതിയുടെ പേര് തന്നെയായിരുന്നു. ആ മായാവതിക്ക് പകരമായി ഇപ്പോഴിതാ അവിടെ ആസാദ് പാർട്ടിയുടെ നേതാവായ ചന്ദ്രശേഖർ ആസാദ് അതിശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. നിലവിൽ ഉത്തർപ്രദേശിലെ നഗീന മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള ആസാദിനെ പരിപൂർണമായി സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വിശ്വാസം തന്നെയാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെ ആയിരിക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒന്നുകൂടി യോഗിയെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ്. കാരണം ഇനി ഒരിക്കൽ പോലും BSPയുടെ സഹായം BJPക്ക് കിട്ടിയാൽ പോലും അത് ഒന്നും തന്നെ ആകുന്നില്ല, ഒന്നിനും മതിയാവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം BSPക്ക് വോട്ടില്ല. ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ട് ഷെയർ പോലും BSPക്ക് ലഭിക്കാതെയായി. ഒന്ന് ഓർക്കണം, 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രം മത്സരിച്ച കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഷെയർ 9.25%. അത്രയും വോട്ട് വിഹിതം പോലും 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച BSP സ്ഥാനാർത്ഥികൾക്ക് മൊത്തം കിട്ടിയതിൽ വരുന്നില്ല എന്നുള്ളതിൽ എത്രത്തോളം പരാജയത്തിൻ്റെ ആഘാതം BSPയെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പോലും ക്യാമ്പയിനിങ്ങിൽ ഊർജിതമായ പ്രവർത്തനം നടത്താൻ മായാവതി ശ്രമിച്ചില്ല. മായാവതിക്ക് അറിയാം, നിരവധിയായ അഴിമതി കേസുകളിൽ ഒരുപക്ഷെ BJPയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കെജ്രിവാളിനെ പോലുള്ളവരെ EDയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും പിടിച്ചിടാൻ കാണിക്കുന്ന ഉത്സാഹം എന്തേ മായാവതിയോട് കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ, മായാവതി BJPക്ക് വേണ്ടി എല്ലാ തരത്തിലും അവരുടെ പാർട്ടിയെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് BJPയുടെ കാൽക്കലേക്ക്. അപ്പോൾ പിന്നെ BJP ഇങ്ങനെയൊക്കെ അകമഴിഞ്ഞ് സഹായിക്കാതിരിക്കുമോ എന്ന അഖിലേഷ് യാദവിൻ്റെ ചോദ്യത്തിന് പ്രസക്തിയേറിക്കഴിഞ്ഞിരിക്കുന്നു.